ചെയ്യാൻ പോകുന്നത് CMF Phone 2 Proന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണാണ്. ഈ ഫോണിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഫോണിൻ്റെ ബോക്സിനകത്ത് ഫോൺ 2 Pro എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് CMFൻ്റെ ഫോണാണ്. കൂടാതെ ബോക്സിനകത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കേസ് വരുന്നുണ്ട്, ഒരു ചാർജിങ് കേബിൾ, സിം ഇജക്റ്റിംഗ് ടൂൾ, ഇത്രയൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത്. കൂടാതെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്ക്രീൻ ഗാർഡ് ആൾറെഡി ഫോണിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഫോണിൻ്റെ രൂപകൽപ്പന കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊരു സാധാരണ ഫോണല്ല. CMF Phone 2 Proന്റെ ഡിസൈൻ വളരെ ഇൻഡസ്ട്രിയൽ ലുക്കും പ്രീമിയം ഫീലുമാണ് തരുന്നത്. നല്ല ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ള അലൂമിനിയം ബോഡി കൊണ്ടുള്ള ഒരു ബാക്ക് പാനലാണ് ഈ ഫോണിന് വരുന്നത്. ഫോണിൻ്റെ ലെങ്ത് വരുന്നത് 144 mm, വിഡ്ത്ത് 78 mm, തിക്നെസ് 7.8 mm, വെയിറ്റ് 185 ഗ്രാമുമാണ് ഈ ഫോണിന് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണിത്. ഈ ഫോണിൽ ലെഫ്റ്റ് സൈഡിലായി വോളിയം ബട്ടൺ, ഫോണിൻ്റെ ടോപ്പിൽ നോയിസ് ക്യാൻസലേഷൻ മൈക്ക്, ലോക്ക് ബട്ടൺ, എസൻഷ്യൽ കീ ബട്ടൺ, ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് സ്പീക്കർ, ചാർജിംഗ് പോർട്ട്, സിം ട്രേ എന്നിവയൊക്കെയാണ് വരുന്നത്. ഇത് IP54 ഡസ്റ്റി ആൻഡ് ഫ്ലാഷ് പ്രൂഫാണ്. എന്നാൽ ഫുള്ളി വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല. 6.7 ഇഞ്ച് AMOLED ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz വേരിയബിൾ റീഫ്രഷ് റേറ്റും HDR10+ സപ്പോർട്ടും ഇതിനുണ്ട്. സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത് 2400x1080 ആണ് വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് 3000 Hz ആണ് വരുന്നത്. ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് വരുന്നത് 1300 nits ആണ്. ഫോണിൻ്റെ ടച്ച് സാമ്പിളിംഗ് 1000 Hzഉം PWM ഫ്രീക്വൻസി 2160 Hzഉമാണ് വരുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ സ്ക്രീൻ ടോപ്പ് ക്ലാസ് ആണെന്ന് പറയാം. ഈ ഫോണിൻ്റെ പ്രോസസ്സർ വരുന്നത് MediaTek Dimensity 7300 Pro 5G ആണ്. ഈ ഫോണിന് 2.25 GHz സ്പീഡാണ് വരുന്നത്. കൂടാതെ 8GB RAM, എക്സ്പാൻഡബിൾ അപ് ടു 16GB വെർച്വൽ RAM ആണ് വരുന്നത്. ഈ ഫോണിൻ്റെ സ്റ്റോറേജ് രണ്ട് തരത്തിലാണ് വരുന്നത്, 128GB അല്ലെങ്കിൽ 256GB. കൂടാതെ ഈ ഫോണിന് 2TB മെമ്മറി വരെ സപ്പോർട്ട് ചെയ്യും. ഈ ഫോണിന് 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും നൽകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. CMF Phone 2 Proയിൽ 4 ക്യാമറകളാണ് വരുന്നത്. മെയിൻ ക്യാമറ 50 മെഗാപിക്സലും 2xന്റെ 50 മെഗാപിക്സൽ ടെലസ്കോപ്പിക് ക്യാമറയും 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയുമാണ് ബാക്ക് സൈഡിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 മെഗാപിക്സലാണ്. ഇതൊരു 5G ഫോണാണ്. EIS സപ്പോർട്ട് വരുന്നുണ്ട്. ട്രൂ ലെൻസ് എഞ്ചിൻ 3.0 ആണ് വരുന്നത്. അൾട്രാ XDR, ആട്ടോ ടൂൺ, നൈറ്റ് മോഡ്, മോഷൻ ഫോട്ടോ, പോർട്രൈറ്റ് ഒപ്റ്റിമൈസർ, വീഡിയോ കേപ്പബിലിറ്റി 4K 30 FPS, 1080p 30 or 60 FPS, സ്ലോ മോഷൻ 120 FPS, ടൈം ലാപ്സ് 4K എന്നിവയൊക്കെയാണ് ഈ ഫോണിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ. ഈ ഫോണിൽ 5000 mAhന്റെ വലിയൊരു ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആയതുകൊണ്ട് തന്നെ 50% നമുക്ക് 20 മിനിറ്റിൽ ചാർജ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഡെയിലി ഉപയോഗത്തിന് വളരെ നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ബാക്കപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഫോണിന് ഡ്യുവൽ നാനോ സിം ആണ് വരുന്നത്. സിം കാർഡ് പോർട്ടിനകത്ത് നമുക്ക് 2 സിം അല്ലെങ്കിൽ ഒരു സിം കാർഡ്, ഒരു മെമ്മറി കാർഡ് മാത്രമേ ഒരേ ടൈം ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ബ്ലൂടൂത്ത് 5.4ഉം Wi-Fi 6ഉമാണ് ഈ ഫോണിന് വരുന്നത്. NFC ഇന്ത്യയിൽ ഒഴികെ എല്ലാ സ്ഥലത്തും ലഭിക്കും. കൂടാതെ ഫിംഗർ പ്രിന്റ്, ഫേസ് ID പോലുള്ള സെൻസറുകളും ഈ ഫോണിന് ഉണ്ട്. വളരെ സ്മൂത്ത് ആൻഡ് സ്പീഡായിട്ടുള്ള ഒരു ടച്ച് റെസ്പോൺസ് ആണ് ഈ ഫോണിന് വരുന്നത്. ഈ ഫോൺ 4 കളർ വേരിയന്റിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഡ്യുവൽ ട്യൂണിലുള്ള ഓറഞ്ച്, വൈറ്റ്, കൂടാതെ ബ്ലാക്ക്, മെറ്റാലിക് ഗ്രീൻ എന്നീ നിറങ്ങൾ കൂടി ഈ ഫോൺ വരുന്നുണ്ട്. കൂടാതെ ഈ ഫോണിന് വേണ്ടി നമുക്ക് കുറേയധികം എക്സ്ട്രാ ആക്സസറി സപ്പോർട്ടുകൾ മേടിക്കാൻ കഴിയും. നത്തിങ് OS 3.2 എന്ന അതിഗംഭീരമായ ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിന് വരുന്നത്. അതുപോലെ തന്നെ എസൻഷ്യൽ കീ എന്ന് പറയുന്ന ഒരു സ്വിച്ച് കൂടി ഈ ഫോണിൽ വരുന്നുണ്ട്. ഇതൊരു സെക്കൻഡ് സ്റ്റോറേജ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഫോട്ടോയിൽ വോയിസ് ആയോ ടെക്സ്റ്റായോ സൂക്ഷിച്ചു വെക്കാൻ കഴിയും. നത്തിങ് OS 3.2, 4 ക്യാമറ, 8GB RAM, 5000 mAh ബാറ്ററി, 256GB സ്റ്റോറേജ്, AMOLED ഡിസ്പ്ലേ എല്ലാം ഒരുമിച്ചുള്ള ഒരു വലിയ പാക്കേജ് ആണ് ഈ ഫോൺ. 19,000-നകത്ത് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി സ്മാർട്ട് ഫോണാണ് ഇത്. ഈ ഫോണിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ആകെ 2 കാര്യങ്ങൾ. ഒന്നാമത്
ഈ എസൻഷ്യൽ കീ ബട്ടൺ ആണ്. ലോക്ക് ബട്ടണ് തൊട്ട് താഴെ ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ എസൻഷ്യൽ കീ ബട്ടൺ അമർത്തുകയും ധാരാളം അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ ഫോണിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോർ ആവുകയും ചെയ്യുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന് ഒരു സ്പീക്കർ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി കുറച്ച് ലോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന്റെ നോയിസ് ക്യാൻസലേഷൻ മൈക്ക് സിം ട്രേക്ക് അടുത്തായത് കൊണ്ട് തന്നെ പലപ്പോഴും സിം ഇജക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഹോൾ മാറിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.